നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പുലിയെ കണ്ട മണ്ണാർമല മാട് റോഡിൽ വനം വകുപ്പ് പരിശോധന നടത്തി. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് സിസിടിവിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. നാട്ടുകാർ ചേർന്ന് സ്ഥാപിച്ച സിസിടിവിയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇത് രണ്ടാം തവണയാണ് ഇതേ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇതാദ്യമായല്ല മണ്ണാർമലയിൽ പുലിയിറങ്ങുന്നത്. വർഷങ്ങളായി പുലിയിറങ്ങുന്ന ഇടമാണ് മണ്ണാർമല മാട് റോഡ്. നാട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറയിൽ തന്നെ ഇത് രണ്ടാം തവണയാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്ന പുലിയുടെ ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് പുലിയെ കാണുമ്പോൾ നിരന്തരമായി നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കാറുണ്ടെങ്കിലും അത് പുലിയല്ലെന്നുള്ള നിലപാടിലായിരുന്നു വനം വകുപ്പ്. ഈ സാഹചര്യത്തിലാണ് 3 മാസം മുൻപ് നാട്ടുകാർ സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞത്. ഇതോടെ വനം വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി കെണി സ്ഥാപിച്ച് മടങ്ങുകയായിരുന്നു. ആഴ്ചകൾ പിന്നിട്ടതോടെ കെണി മാറ്റുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് വീണ്ടും സ്ഥലത്ത് പുലിയെ കണ്ടതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. നിരന്തരമായി പ്രദേശത്ത് പുലിയെ കണ്ടിട്ടും വനം വകുപ്പ് നിഷ്ക്രിയരായിരിക്കുകയാണെന്നും പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ ഹൈദർ തോരപ്പ പറഞ്ഞു. ഇന്ന് മെയ് 2025 1-ാം തീയതി രാത്രി 11:45 വ്യാഴാഴ്ച രാത്രി 11:45 വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ 1 മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണി സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കനങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത്. അപ്പൊ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു. അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ 2-3 പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഴ്ചത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത്. ഞങ്ങൾ പല രീതിയിലും ഇപ്പോൾ നമ്മളിത് സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല. വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പുലി പാസ് ചെയ്യുന്നത്. പുലി സാന്നിധ്യം അറിയുന്നതിനായി നാട്ടുകാർ പിരിവെടുത്താണ് പ്രദേശത്ത് CCTV സ്ഥാപിച്ചത്. എന്നിട്ട് പോലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും കാര്യമായ നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.